ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെ കുറിച്ചാണ് പറയുന്നത്? ദുഷ്ടന്റെ ഉപദേശം കേൾക്കാത്തവനും പാപിയുടെ വഴികളിൽ നടക്കാത്തവനും ഭാഗ്യവാൻ. അപ്പൊ ദുഷ്ടന്റെ ഉപദേശം കേൾക്കാതെ പാപിയുടെ വഴിയെ നടക്കാതെ യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്ന നിറയെ പച്ചപ്പാർന്ന ഇലകളുള്ളവൻ അവൻ ആരാണ്? അവനാണ് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ നദിയിൽ വേരുപാകിയവൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധിയുടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോ കുറെ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുക, കുറെ ജീവിതങ്ങളൊക്കെ ആത്മീയതയുടെ പച്ചപ്പ് നഷ്ടപ്പെട്ട് ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുക. ഒരു ഫലവും കാണുന്നില്ല, ഒരു പച്ചപ്പും ഇല്ല. നോക്കിക്കേ, സങ്കടകരമായ അവസ്ഥയിലാണ് നമ്മളല്ലേ. അങ്ങനെങ്കിൽ ചില ജീവിതങ്ങൾ ഇവിടെ ഇങ്ങനെ പച്ചപ്പാർന്ന് നിൽക്കുക, അതിന്റെ ഫലങ്ങളൊന്നും ഇല്ലാതായിട്ടില്ല. എവിടെ നോക്കിയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന വെള്ളവും വളവും വലിച്ചെടുത്ത് ആ വൃക്ഷങ്ങളൊക്കെ ഇന്നും കരുത്താർജിച്ച് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ കരുത്തില്ലാതെ മുരടിച്ചു പോയ ജീവിതങ്ങളൊക്കെ ഈ നാളുകളിൽ വീണ്ടും ഒന്ന് ചൈതന്യം വീണ്ടെടുക്കണം. ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ ഫലം പുറപ്പെടുവിക്കുന്ന ഇല കൊഴിയാത്ത കരുത്തുള്ള വൃക്ഷങ്ങളായിട്ട് മാറണം. അത് സാധ്യതമാവുക ഈ വചനത്തിലേക്ക് വേരുപാകപ്പെടുമ്പോഴാണ് അത് സാധ്യതമാവുക. പരിശുദ്ധാത്മാവിൻ്റെ ആത്മനദിയിലേക്ക് എൻ്റെ വേരാഴ്ന്നിറങ്ങാൻ മാത്രം എൻ്റെ ജീവിതത്തിൽ ബോധ്യവും വിശ്വാസവും ചൈതന്യവും ആഴവും നിറയുന്നിടത്താ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആഗ്രഹത്തോടെ നമ്മൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉളവാകണമെങ്കിൽ പരിശുദ്ധാത്മാവിലേക്ക് ഞാൻ വേരുപാകപ്പെടണം. യഥാർത്ഥ ദൈവ ചൈതന്യത്തിലേക്ക് ഞാൻ വേരുപാകപ്പെടണം. ജലത്തിന് മുകളിൽ ചലിച്ചിരുന്ന ദൈവാത്മ ചൈതന്യം ആ ജലത്തെ മുഴുവനും പൂരിതമാക്കിയെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ അഭിഷേകമുള്ള കർത്താവിന്റെ കരങ്ങളുടെ ഒരു സ്പർശനം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാൻ അത് വചനത്തിലൂടെ ആകാം, ശുശ്രൂഷകളിലൂടെ ആകാം. ഈ നിമിഷങ്ങളിൽ ആ ഒരു അഭിഷേകം സ്വീകരിക്കാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി കണ്ണുകൾ നടച്ച് കരങ്ങളെന്ന് കൂപ്പി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, എൻ്റെ ജീവിതങ്ങൾ ഈ നാളുകളിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ, എൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഇരുളിമ ബാധിക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, എൻ്റെ മുമ്പിൽ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടെന്ന് തോന്നിയപ്പോൾ, അസ്തമയം മാത്രം കാണാനായിട്ട് എൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ, ഉദയം ദർശിക്കാനാകാതെ പ്രകാശമില്ലാതെ എൻ്റെ മനസ്സ് ഇരുളടഞ്ഞു പോയി, എൻ്റെ ശരീരം ഇരുളടഞ്ഞു പോയി, പാപത്തിന് അടിമപ്പെട്ടു പോയി, എൻ്റെ ജീവിതം നിർജീവമായി പോയി, ഫലമില്ലാത്ത ജീവിതമായിട്ട് എൻ്റെ ഇത് മാറി. യേശുവേ, ഇപ്പോൾ തന്നെ ആത്മാവിൽ നിറഞ്ഞ് ഫലമുള്ള ജീവിതമായിട്ട് എൻ്റെ ഇത് മാറാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും ഉയർത്തട്ടെ. ആത്മാവിൽ നിറഞ്ഞ ഫലം ചൂടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ നാളിൽ മുരടിച്ചു പോയെന്ന് തോന്നുന്നവർ, ഈ നാളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്ന ദൈവമക്കൾ 2 കരങ്ങൾ ഉയർത്തട്ടെ. തീക്ഷ്ണതയുള്ള ദൈവമക്കളും കരങ്ങൾ ഉയർത്തട്ടെ. ശക്തിയോടെ തീക്ഷ്ണതയോടെ ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കാൻ, ആത്മാവിൻ്റെ ഫലങ്ങൾ ഉളവാകാനുള്ള ദാഹത്തോടെ ജീവിക്കുന്ന കർത്താവിൻ്റെ നാമത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ദിവ്യ പ്രകാശത്താൽ നിറയ്ക്കണമേ, ദിവ്യ സ്നേഹ ചൈതന്യത്താൽ നിറയ്ക്കണമേ, ദൈവാത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കണമേ. ഓ ദൈവമേ, അത്യുന്നത ശക്തിയായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലെ വ്യാപരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന മുഴുവൻ ദൈവമക്കളുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഇറങ്ങി വസിച്ച് ഞങ്ങളെ ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ആത്മാവേ, ആത്മാവേ നിറയണമേ. ദാഹത്തോടെ കരങ്ങൾ യാചനാരൂപങ്ങളിൽ നിന്നും അഗ്നിനാളങ്ങളായി വരണേ. കണ്ണുകളടച്ച് കരങ്ങൾ യാചനാരൂപത്തിൽ വേഗം വരണേ. പരിശുദ്ധാത്മാവേ, അത്യുന്നതങ്ങളിൽ നിന്നും
വരണേ. ആത്മാവേ പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച എല്ലാവരും പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ ആത്മാവിനോടെ പ്രാർത്ഥിച്ചേ. ആത്മാവേ, ആത്മാവേ ആത്മാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയണമേ. ജീവിതത്തെ സ്പർശിക്കണമേ. ഒരു ഉണർവ് തരണമേ, ഒരു അഭിഷേകം തരണമേ, വിശുദ്ധി തരണമേ, സ്നേഹം തരണമേ, ജ്ഞാനം തരണമേ. അവിടുത്തെ ശക്തിയാൽ എന്റെ ജീവിതത്തെ പൂരിതമാക്കണമേ. മരവിച്ച അനുഭവങ്ങളിലേക്ക് അഗ്നിയായി അവിടുന്ന് നിറയണമേ. പരിശുദ്ധാത്മാവ് എന്നെ ചൂടുപിടിപ്പിക്കണം. പരിശുദ്ധാത്മാവ് എന്റെ മനസ്സിനെ, ഹൃദയത്തെ, ശരീരത്തെ ചൂടുപിടിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ വചനത്താൽ എന്നെ ചൂടുപിടിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ അഗ്നിയുടെ അഭിഷേകത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ. കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് തന്നെ ഇങ്ങനെ നേറ്റി ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ വസിക്കുന്ന ശക്തിയെ, എന്റെ ഉള്ളിൽ വസിക്കുന്ന ശക്തിയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ ജീവിതത്തെ നാളിതുവരെ നയിച്ച ദൈവസ്നേഹാഗ്നിയെ എന്നിലിപ്പോൾ ജ്വലിക്കണമേ. ഈ നാളുകളിൽ ആത്മീയ മന്ദതയും അലസതയും സംഭവിച്ച എന്റെ ജീവിതത്തെ കൂടുതൽ ഉണർത്തുവാനായി തരളിതമാക്കുവാനായി എന്റെ ഉള്ളിൽ ജ്വലിക്കണമേ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകത്തോടെ എന്റെ ജീവിതം ഉണരുവാൻ എന്നിൽ ജ്വലിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ആത്മാവിൽ നിറഞ്ഞ നന്മയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ അനുഗ്രഹീതയായ അമ്മേ, എനിക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഒരുപാട് ജീവിതങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണിതല്ലേ. പല മേഖലകളിലുള്ളവരും വലിയ യാതന അനുഭവിക്കുന്ന നാളുകളായത്. ഇനി ഇതിനപ്പുറത്തേക്ക് ചില പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഒക്കെ ജീവിതത്തിൽ ഉടലെടുക്കാമെന്നുള്ള യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഈ നാളുകളിൽ ഒരുപാട് വാഹനങ്ങളുള്ളവർ, ബസ് ഉടമകൾ, മറ്റു തരത്തില് ടാക്സി ഡ്രൈവേഴ്സ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഉൾപ്പെടെയുള്ള സിസ്റ്റംസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഒരു കുടുംബങ്ങളുടെയൊക്കെ കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലല്ലേ. ആത്മീയ ശുശ്രൂഷ മേഖലകളിലുള്ളവർ വളരെയേറെ കഷ്ടത അനുഭവിക്കുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നില്ലേ. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലുള്ളവർ ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന നാളുകളായത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഏറെ സുപരിചിതമായ ഒരു കുടുംബത്തിൽ ഞാൻ പോയി. ആ കുടുംബനാഥൻ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരണങ്ങളൊക്കെ നടത്തി ധനസമാഹരണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ ആ മനുഷ്യൻ ആത്മീയ കാര്യങ്ങളിൽ തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയാണ്. ആ ഇടവകയിൽ ഒരു വാർഡിന്റെ കമ്മിറ്റിക്കാരനാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാര മധ്യേ ആ ദേവാലയത്തിൽ നിന്ന് സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു കിറ്റ് ക്രമീകരിച്ച്, ഇപ്പൊ കുറെ വീടുകളിലൊക്കെ അങ്ങനെ കൊടുത്തില്ലേ, ഗവൺമെന്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ, ചില സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അവരൊക്കെ കൊടുത്തു. ഓരോ ഇടവകയിലും ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ ഈ വലിയ ഇടവകയിൽ അത് വിതരണം ചെയ്തപ്പോൾ വികാരിയച്ചൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ഒരു പകുതിയിലധികം പേരും ഇത് വാങ്ങിയല്ലോ. കാരണം അത്രയും ഒരു സ്ഥിതിയൊക്കെ ആ ഇടവകയിലെ മിക്ക കുടുംബങ്ങൾക്കും ഉണ്ട്. പക്ഷേ അച്ഛൻ്റെ പ്രതീക്ഷ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് ഒരു 85% ആളുകൾ ഈ കിറ്റ് വാങ്ങി. ചിലരൊക്കെ പറഞ്ഞ കാര്യം ഇതാ, എടാ പള്ളിക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ സമയം ഇതാ, വെറുതെ ഇരിക്കട്ടെ, ഒരാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, കോടികൾ ആസ്തി ഇവിടെ ഉണ്ട്,
പക്ഷെ പള്ളിക്കിട്ടൊരു പണി ഇരിക്കട്ടെന്ന് നോക്കണേ എവിടെ. അതായത് ഒരിടവകയിലെ ഇടവക ജനങ്ങൾ ഇങ്ങനെ സഹായിച്ച് ആ ഇടവകയിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ ഇടവകയിലെ പള്ളിക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനാണോ എനിക്കറിയാൻ മേല. ആ വികാരിയച്ഛന് അവിടുന്ന് പോകുമ്പോൾ ഇതൊക്കെ ഒരു ബാണ്ടക്കെട്ടിലാക്കി കൊണ്ടുപോകുമെന്ന് എനിക്കറിയാൻ മേല. അപ്പൊ ചിലര് ചിന്തിക്കുന്ന കാര്യം എന്താണ്, അവിടെ ഇങ്ങനെ പൈസ ഒക്കെ കൂട്ടി വെച്ചിരിക്കുകയാണ്, അതിൻ്റെ അകത്തുനിന്ന് എടുത്തങ്ങ് വിതരണം ചെയ്താൽ എന്നാ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, പള്ളിയിൽ എൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു കുറവുണ്ടായിരിക്കരുത്. പക്ഷെ ഞാനായിട്ടൊരു നയാ പൈസ ആ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുകയല്ല. പക്ഷെ ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിങ്ങ് പോന്നോട്ടെ. ഇത്ര നാൾ അങ്ങോട്ടല്ലേ കൊടുത്തോണ്ടിരുന്നേ, പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് തന്നാൽ എന്നാ. ന്യായമല്ലേ ചോദ്യം, ന്യായ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിക്കുന്ന കുറേയേറെ പേരുണ്ടായിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? 85% പേര് കിറ്റ് വാങ്ങാനായിട്ട് ഇങ്ങനെ താല്പര്യത്തോടെ മുമ്പോട്ട് വന്നു. ഈ മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഈ വാർഡിൽ ആരും മേടിച്ചില്ല കേട്ടോ. ഞാൻ ചോദിച്ചു അതെന്താണ്? ഞാൻ അവർക്ക് വ്യക്തമായിട്ട് ഒരു സന്ദേശം കൊടുത്തു, ഇതെല്ലാവർക്കും വെച്ച് നീട്ടുന്ന ഒരു കാര്യമല്ല. സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കാവസ്ഥയിലായിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളങ്ങ് പിന്മാറിയാൽ അവർക്ക് കൂടുതൽ കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആർക്കും വാങ്ങാം, ആവശ്യമില്ലെങ്കിൽ ദയവായി ആരും ഇത് വാങ്ങാനായിട്ട് താല്പര്യം എടുക്കരുത്. കാരണം എൻ്റെ വാർഡിൽ അങ്ങനെ അത്രമാത്രം ബുദ്ധിമുട്ടുന്ന ആരുമില്ല അച്ഛാ. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുകയാണ്, ഈ മനുഷ്യന് വേണമെങ്കിൽ ഈ നാളുകൾ ചിന്തിക്കാം ഇങ്ങനെ, അതായത് പള്ളിയല്ലേ വെറുതെ കിട്ടുന്നല്ലേ ഇങ്ങ് പോന്നോട്ടെ. പക്ഷെ അങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ ഓർക്കാണ്, ആ വീട്ടിൽ ഇങ്ങനെ ഒരു മേശമേല് നല്ല വെളുത്ത തുണിയൊക്കെ വിരിച്ച് അതിനെയൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ച് കുരിശും വിശുദ്ധ ഗ്രന്ഥവും തിരികളും പൂക്കളും ഒക്കെ വെച്ച് മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന അൾത്താരയ്ക്ക് തുല്യമായ ഒരു സ്ഥലമുണ്ട്. വലിയ ആർഭാടങ്ങളൊന്നുള്ള വീടൊന്നും ആയിട്ടല്ല, പക്ഷെ അവർക്ക് ഉള്ളിൽ ഒരു ദൈവാവബോധമുണ്ട്. ആ കുടുംബത്തിലുള്ള മുഴുവൻ പേരും ഈ നാളുകളിൽ എല്ലാ ദിവസവും ഓൺലൈൻ കുർബാനകളിൽ പങ്കുചേർന്നിട്ടുണ്ട്. എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും അവർ താല്പര്യത്തോടെ പങ്കുചേർന്നിട്ടുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ പറയാ, അച്ഛാ ഞാൻ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടും മൈക്ക് ഓപ്പറേറ്റിംഗും ചെയ്യുന്നത് കൊണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട്, മോസ്കിൽ പോയിട്ടുണ്ട്, പള്ളിയിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ഓർക്കും അച്ഛാ, ഉത്സവവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ അമ്പലത്തിലുള്ളവർ ഓരോ ഭവനങ്ങളിലും എത്തും. അവർ വളരെ സന്തോഷത്തോടു കൂടെ ആ നാളുകളിൽ ഈ ഉത്സവത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു തെങ്ങ് കാണിച്ചു കൊടുക്കും. ഇത് ഈ കൊലകൾ മുഴുവനും ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചേക്കുക, ഇത് ഈ വിളവുകളൊക്കെ ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് ഞങ്ങൾക്ക് സമർപ്പിക്കാനായിട്ടുള്ളതാ. അച്ഛാ, മുസ്ലിം സഹോദരങ്ങൾ നല്ല സന്തോഷത്തോടെ സംതൃപ്തിയോടെ അവരുടെ തിരുനാൾ അവസരങ്ങളിൽ അവർ പങ്കുവയ്ക്കും. അത് അവരുടെ പള്ളിക്ക് പങ്കുവയ്ക്കും, അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കും. അച്ഛാ, ഇത്രയും കാലങ്ങളിൽ ഈ ദൈവവചനത്തിലൂടെ വേരുഭാഗപ്പെട്ട ജീവിതങ്ങളായിട്ട് മാറിയിട്ടും എന്താ അച്ഛാ നമ്മളൊക്കെ ഇങ്ങനെ പലരും ചിന്തിച്ചു പോകുന്നത്, പള്ളിക്കിട്ട് പണി കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഈ വേരാടുന്നിറങ്ങാത്തോണ്ടാ. നമ്മുടെ ജീവിതത്തിൽ ഈ ഫലങ്ങളില്ലാതെ പുറമെ ഇങ്ങനെ പച്ചപ്പ് മാത്രം കാണിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറുന്നത് വേരാടുന്നിറങ്ങാത്ത കൊണ്ടാ. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 43 മുതൽ 46 വരെയുള്ള വചനഭാഗത്ത് ഈശോ ഓർമ്മിപ്പിക്കുന്നത്, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. എന്നിട്ട് ഈശോ പറയാണ്, ഓരോ വൃക്ഷവും ഫലങ്ങൾ കൊണ്ട് തിരിച്ചറിയാം. ഞാൻ ഓർക്കാണ്, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു മാവുണ്ടായിരുന്നു. അത് പച്ചയ്ക്ക് തിന്നാലും പഴുത്തിട്ട് തിന്നാലും ദേ തിന്നുമ്പോൾ മുഖം ഇങ്ങനെ ഇരിക്കും, അത്ര പുളിയാ, വല്ലാത്തൊരു പുളിയാ. പച്ചയ്ക്ക് തിന്നുമ്പോൾ പുളി മാത്രമല്ല, ഇതിന് കയ്പും കൂടെ ഉണ്ട്. ചാച്ചൻ പറഞ്ഞു, ഇതെന്തിനിങ്ങനെ ഇത് വെച്ചോണ്ടിരിക്കുന്നത്, ഇത് കാഴ്ച മുതൽ ഇത് പുളിയാ. അപ്പൊ അമ്മച്ചി പറയും, കുറച്ച് നാൾ കൂടെ നിൽക്കട്ടെ, ചിലപ്പോൾ അടുത്ത 2-3 കാ കായ്ച്ചു കഴിയുമ്പോൾ അതിന് വല്ല മധുരവും വന്നാൽ എൻ്റെ കയ്പൊക്കെ മാറിയാലോ, കുറച്ച് കഴിയട്ടെ. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുകയാണ്, ആ ഒരു മാവിൻ്റെ മാങ്ങയ്ക്ക് എപ്പോഴും പറയും പുളിയമ്മാങ്ങയാ, കയ്പമ്മാങ്ങയാ. ചില ജീവിതങ്ങൾ എങ്ങനല്ലേ, ഈ കയ്പമ്മാങ്ങയാ. ഈശോ അത് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാ. എന്താണ്? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഈ അധരങ്ങളിലൂടെ പുറത്തു വരുന്നത് ചില ഫലങ്ങളാ.
പ്രവൃത്തിയിലൂടെ പുറത്തു വരുന്ന ചില ഫലങ്ങളാ. അപ്പൊ ഈ ഫലം എന്താണെന്ന് കാണുമ്പോ എന്തറിയാം? ആ വൃക്ഷം എന്നറിയാം. ചില മാങ്ങയൊക്കെ ഇങ്ങനെ പുളിയം മാങ്ങകളാ, കയ്പാ. ചില ജീവിതങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന വാക്കുകളൊക്കെ പുളിപ്പാ. കുറ്റം പറയുക, ഏഷണി പറയുക, നുണ പറയുക, ചീത്ത പറയുക, വിലകെട്ടത് പറയുക, അശുദ്ധി പറയുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പുളിയം മാങ്ങകളാ, ഇതൊക്കെ കയ്പുള്ള മാങ്ങകളാ. അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ അസ്വസ്ഥത ഉളവാക്കുക. നമ്മൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. വേറൊരു വൃക്ഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മുടെ നെഞ്ചെ കൈവച്ചിട്ട് ചോദിക്കണം, ഞാൻ എന്നാ മാങ്ങ കായ്ക്കുന്ന മാവാ? ഞാൻ പുളിപ്പിൻ്റെയോ കയ്പിൻ്റെയോ അസ്വസ്ഥത കൊടുക്കുന്ന വൃക്ഷമായിട്ടാണോ മാറുന്നത്? എൻ്റെ ജീവിതത്തിൽ നന്മയുടെ മാധുര്യം കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? വിശുദ്ധിയുടെ യഥാർത്ഥ മാധുര്യം കൊടുക്കുന്ന ഫലം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഈ തിരിച്ചറിവിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടിയിട്ട് സ്വയം ആത്മശോധന ചെയ്യേണ്ട നാളുകളത്. പ്രിയപ്പെട്ടവരെ, വെള്ളവും വളവും ഒരേ മണ്ണിൽ നിന്ന് വലിച്ചെടുത്താലും ഫലം പുറപ്പെടുവിക്കുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന ചില വ്യത്യസ്തതകൾ കൊണ്ടാ. നിന്റെ ജീവിതത്തിൽ ഉള്ളിൽ എന്തുണ്ട്, അതിനനുസരിച്ച് ഫലം വരുന്നേ. പൗലോസ്ലീഹ ഇത് ഓർമ്മിപ്പിച്ചിട്ടുള്ളത് ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം. സ്നേഹം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇങ്ങനെ പോകുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉളവാകാനായിട്ട് സാധിക്കുന്ന എപ്പോഴാ? ഒരു വ്യക്തി ഈ പരിശുദ്ധാത്മാവാകുന്ന അരുവിയിലെ വേരുവാകപ്പെട്ട ജീവിതമായിട്ട് മാറുമ്പോഴോ, ഈ വചനമാകുന്ന അരുവിയിൽ വേരുവാകപ്പെട്ട ജീവിതങ്ങളായിട്ട് മാറുമ്പോഴോ, ആഴത്തിലേക്ക് വേര് ആഴ്ന്നിറങ്ങുന്ന ജീവിതമായിട്ട് മാറുമ്പോൾ നീ നീർച്ചാലിനരികെ നട്ട ഒരു വൃക്ഷം പോലെ രൂപാന്തരപ്പെടും. പറയാവോ ഹല്ലേലൂയാ? ഈ ജീവിതങ്ങളൊക്കെ കരുത്താർന്ന ജീവിതങ്ങളാ. പ്രിയപ്പെട്ടവരെ, ഫലം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലുണ്ടല്ലോ അപകട. ഇത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ബാക്കിയുള്ള ജീവിതങ്ങളിലേക്ക് കൂടി ഒന്ന് വീക്ഷിക്കണം കേട്ടോ. ഈ നാളുകളിൽ ഈ അസ്വസ്ഥതകളൊക്കെ ഉളവാക്കുന്നവരുടെ ഉള്ളിലുള്ളത് യഥാർത്ഥത്തിൽ എന്താണെന്ന് നമ്മൾ ആ ഫലം നോക്കി പഠിക്കണം. കാരണം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തള്ളി കയറ്റിക്കൊണ്ടിരിക്കില്ലേ. വിശ്വാസത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ മാത്രമല്ല, സഭയ്ക്കെതിരെ, ദൈവത്തിനെതിരെ, ദൈവിക കാര്യങ്ങൾക്കെതിരെ വിലകെട്ടതായിട്ട് സംസാരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതങ്ങളിലെ നന്മകളെ പോലും അതിൻ്റെ അവസാനത്തെ തുള്ളി പോലും നഷ്ടപ്പെടുത്തുമാറ് വറ്റിച്ചു കളഞ്ഞ് മരുഭൂമികളിൽ സൃഷ്ടിച്ച് സാധ്യത ഉളവാക്കുന്ന ഒരുപാട് വ്യക്തികളുടെ കൈപ്പേറിയ ഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നാളുകളിൽ. നമ്മൾ ദൈവമക്കളെ, ജാഗരൂകത പുലർത്തണം. ഈ നാളുകളിൽ എന്ത് ഫലമാണ് അവരിൽ നിന്ന് പുറപ്പെടുന്നതെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നോക്കി കാണണം കേട്ടോ, വിശകലനം ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അപകട. ഒരുപാട് തീഷ്ണതയുള്ള യുവജനങ്ങൾ, ജീവിതത്തിൽ നന്മയുടെ ചൈതന്യം സ്വീകരിച്ച ഒത്തിരി മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന നാളുകളായത്. അതുകൊണ്ട് ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളിലല്ല എന്ത് ഫലം പുറപ്പെടുവിക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. ആണോ? നമ്മൾ ചില വ്യക്തികളുടെ ജീവിതങ്ങളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചേക്കരുത്, ഓ ആ വ്യക്തി പറയുന്ന ഉപദേശങ്ങൾ, അവരിങ്ങനെ പറയുന്ന കാര്യങ്ങൾ എത്രയോ യാഥാർത്ഥ്യമാണ്. ദൈവമക്കളെ, ഇതിൻ്റെ സത്യാവസ്ഥകളെ തിരിച്ചറിയാതെയും ഇത് നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നിന്നെ അത് എന്താക്കി മാറ്റുന്നു എന്ന് നീ ആത്മാർത്ഥമായിട്ട് വിശകലനം ചെയ്യാതെയും വെറുതെ ഈ ഫലങ്ങൾ ആസ്വദിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറരുത്. ഈ നാളുകളിലെ സഭാ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഒരുപാട് ഇങ്ങനെ ഉണ്ട്. പത്രോസ് ലേഖനത്തിൽ 5:8 പറയുന്ന പോലെ, നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണം എന്നാലോചിച്ചുകൊണ്ട് ചുറ്റി നടക്കുക. സത്യവിശ്വാസികളായ മക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ പൊക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്നൊക്കെ കർത്താവ് പറഞ്ഞു വെക്കുന്നതിന് അർത്ഥം ഉൾക്കൊള്ളേണ്ടത്. നിങ്ങൾ വഞ്ചിതരാകരുത് എന്ന് പൗലോസ്ലീഹ വ്യക്തമായിട്ട് വാണിംഗ് തരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ അരൂപികളുടെ വശ്യതയും വ്യാമോഹവും ഒക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. പെട്ടുപോയിട്ട് നമ്മുടെ ജീവിതങ്ങൾ നശിപ്പിക്കപ്പെടാനായിട്ട് കൊടുത്തേക്കരുത് ദൈവമക്കളെ. ആത്മാവിൻ്റെ നന്മ നിറഞ്ഞ ഫലം ചൂടി നിൽക്കണം നമ്മൾ. ഒരുപാട് പ്രലോഭനങ്ങൾ വരും. ബാഹ്യമായിട്ട് ഇങ്ങനെ പച്ചപ്പാർന്ന് നിൽക്കുന്നതൊക്കെ കണ്ട് പെട്ടുപോകരുത്. ഒരുപാട് മക്കൾ പെട്ടുപോവാണ്, ഒരുപാട് ദമ്പതികൾ പെട്ടുപോവാണ്, ഒരുപാട് യുവാക്കൾ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പെട്ടുപോവാണ്. എന്ത് കണ്ടിട്ട്? വെറുതെ ഇങ്ങനെ ഫലമില്ലാതെ പച്ചപ്പാർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് വിചാരിക്കുകയാണ്, എന്ത് ഫലമാണ് ഇതിൻ്റെ അകത്ത്, എന്ത് സുന്ദരമാണ് ഇതിൻ്റെ അകത്ത്. പ്രിയപ്പെട്ടവര്, ഇതൊക്കെ വെറുതെ ഈ ബാഹ്യമായ കാര്യങ്ങളെ ഉള്ളു കേട്ടോ. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചത്, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി തീയിലെറിയപ്പെടുമെന്ന്. വെട്ടിത്തീയിലെറിയപ്പെടേണ്ട ജീവിതങ്ങളെ കർത്താവ് കരുണയോടെ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നതാണ്
ലൂക്കാസ് സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് ഒരു അത്തിവൃക്ഷം ഇങ്ങനെ നട്ടുപിടിപ്പിക്കപ്പെട്ടിരിക്കുക. 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കും ഇപ്പോ എന്ന് പ്രതീക്ഷയോടെ ഈ യജമാനൻ ഇങ്ങനെ വളർത്തുക. കൃഷിക്കാരനോട് പറഞ്ഞു, മതി, ഇനി വെട്ടിക്കളഞ്ഞേരെ. കൃഷിക്കാരൻ പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ ഒന്നുകൂടെ ചുവടൊക്കെ കിളച്ച് വളമിടാം, ഇനി ഫലം തരുമായിരിക്കും. ഇതൊരു പ്രതീക്ഷയാ. ചങ്ക കൈവച്ച് പ്രിയപ്പെട്ടവരെ ചോദിക്കണം, ഞാനാകുന്ന വൃക്ഷം ഈ നാളുകളിൽ ഒരു നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമായിട്ട് മാറിയിട്ടുണ്ടോ? അതോ മറ്റുള്ളവരിലേക്ക് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ ആകട്ടെ, നിന്റെ വാക്കിലൂടെ, നിന്റെ കുടുംബത്തിലോ ചുറ്റുപാടുമുള്ളവർക്കോ ആകട്ടെ, അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിട്ട് മാറണമെങ്കിൽ നീ തിരിച്ചറിഞ്ഞോണം, ഇതിനു മുമ്പേ വെട്ടി തീയിലെറിയപ്പെടേണ്ട എൻ്റെ ജീവിതത്തെ കർത്താവ് കരുണയോടെ ഇങ്ങനെ ജീവിക്കാൻ അനുവദിച്ചതാ. മകനെ, മകളെ, ഇനിയെങ്കിലും നീ ഒരു മാറ്റം വരുത്തണം. നിന്റെ ജീവിതത്തെ ഒന്നാകമാനം മാറ്റിമറിക്കണം. വൃക്ഷത്തിന് ചിലപ്പോൾ മാറാൻ പറ്റില്ല, പക്ഷെ പറ്റും കേട്ടോ, നിനക്ക് പറ്റും മാറാൻ. കാരണം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് നിനക്ക്. നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുണ്ട്. ഇത് ചരിത്ര. അതുകൊണ്ട് ദൈവമക്കളെ, ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വേണം. സങ്കീർത്തനം 92-ന്റെ 14-ാം വചനം നമ്മളിങ്ങനെ വായിക്കുകയാണ്. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. കണ്ടോ? അതായത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി, വാർദ്ധക്യത്തിൻ്റെ അവസ്ഥകളിൽ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും ഫലം പുറപ്പെടുവിക്കും. ഇത് യഥാർത്ഥത്തിൽ ദൈവികതയുള്ള വ്യക്തിയുടെ വ്യത്യാസമാണ്. അവന് പള്ളി അടയ്ക്കപ്പെട്ടാലും, അവന് ശുശ്രൂഷകൾ ലഭ്യമാകാതെ വന്നാലും, അവൻ്റെ ജീവിതം ഈ വേര് പാകപ്പെട്ടിരിക്കുന്നത് ഈ ആഴമുള്ള ജലത്തിലാണ്. അതിങ്ങനെ പച്ചപ്പാർന്ന് മാത്രമല്ല, നന്മയുടെ ഫലം ചൂടി നിൽക്കും. നമുക്കിതാകണ്ടേ, ഈ രൂപാന്തരീകരണം സംഭവിക്കണ്ടേ എങ്കിൽ ഇന്ന് തന്നെ വചനത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. അവനിലേക്ക് ഒരു ഇൻറ്റിമസി രൂപപ്പെടുത്തിക്കേ. അതാണ് ആഴത്തിലുള്ള വേരോട്ടം എന്ന് പറയുന്നത്. ഈ വേര് ഇങ്ങനെ പാറക്കെട്ടുകൾക്കിടയിലൂടെ തുളഞ്ഞു കയറി പോകണമെങ്കിൽ അത് അനുഭവിക്കുന്നൊരു പെയിൻ ഉണ്ടോ? അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതം സഹനം, പ്രതിസന്ധി, രോഗം, തടസ്സം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്ന് വേരിറങ്ങാനായിട്ട് പര്യാപ്തമായാൽ ഒരുപാട് നന്മയുള്ള ഫലം പുറപ്പെടുവിക്കും. അവിടെ ഒരു കാറ്റോ കോളോ ഉണ്ടായാലും ആ വൃക്ഷത്തെ മറച്ചിടാനായിട്ട് അതിന് സാധിക്കത്തില്ല. കാരണം അത് ആഴത്തിൽ വേരുവാകപ്പെട്ടതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ജീവിതം എത്രമാത്രം ആഴത്തിൽ വേരുവാകപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഫലങ്ങളുണ്ടാകാം, പക്ഷേ അത് മറ്റുള്ളവർക്ക് മാധുര്യമേകുന്ന ഫലമാണോ? എൻ്റെ ജീവിതത്തെ ദൈവം കരുണയോടെ നല്ല ഫലമേകുന്ന പ്രതീക്ഷയോടെ വീണ്ടും വളർത്തുന്നെങ്കിൽ ഇനിയെങ്കിലും ഞാനൊരു മാറ്റം വരുത്തണ്ടേ? ഈ ചിന്തകളോടെ ഈ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവിൽ നിറയപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓ എൻ്റെ ഈശോ, ഒരുപാട് ദാഹത്തോടെ ഞാൻ ഈ ഒരു നിമിഷം നിന്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ചേർത്ത് വെക്കുമ്പോൾ ആ ആത്മനദിയിൽ നിന്ന് ഒരു ഉറവ എന്നിലേക്ക് ഒഴുകി വരട്ടെ. ആ ഉറവയിൽ എൻ്റെ വേരുപാകി എൻ്റെ ജീവിതത്തെ ആത്മാവിൽ പൂരിതമാക്കി നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതമായിട്ട് എൻ്റെത് മാറട്ടെ. മറ്റുള്ളവർക്ക് സാന്ത്വനമേകാൻ, മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കാൻ, മറ്റുള്ളവരിലേക്ക് അഭിഷേകം കൈമാറുവാൻ പരിശുദ്ധ അമ്മയുടേതുപോലെ, അനേക വിശുദ്ധാത്മാക്കളുടേതുപോലെ അവരുടെ ജീവിതങ്ങളിൽ ആത്മാവിൽ വേരുപാകപ്പെട്ടതുപോലെ ആഴത്തിൽ വേരുപാകപ്പെട്ട വിശ്വാസത്തിൻ്റെ ജീവിതമാകുവാൻ ഓ ദൈവമേ, ആത്മാവിൻ്റെ ശക്തി പകരണമേ, ആത്മാവിൻ്റെ അഭിഷേകം പകരണമേ. ഇരു കരങ്ങൾ ഉയർത്തി ദാഹിക്കുന്ന എല്ലാ മക്കളും നിർച്ചാലത്തേറുന്ന മാൻപേടയെ പോലെ ദാഹിച്ച് കർത്താവിന്റെ നാമത്തെ വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഈശോയെ, 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 ആത്മാവിൽ പൂരിതമാക്കണമേ. ആത്മാവിന്റെ നദി എന്നിലേക്ക് പുറപ്പെടട്ടെ. ആത്മശക്തിയാൽ ഞാൻ പൂരിതമാകട്ടെ. എൻ്റെ ഹൃദയ നിലങ്ങൾ നനയ്ക്കപ്പെടട്ടെ. അത് തരളിതമാകട്ടെ. അതെല്ലാ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ
പാകമായ ഇടമായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തിയാൽ നിറയ്ക്കണമേ, ദൈവിക കൃപാവരങ്ങൾ നിറയ്ക്കണമേ, ദൈവിക അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. വരദാന ഫലങ്ങളാൽ ജ്വലിപ്പിക്കണേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാവിൻ ശക്തിയാൽ ജ്വലിപ്പിക്കണേ. നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ. ആത്മാവിൻ ശക്തിയാൽ ജ്വലിപ്പിക്കണേ. ആഗ്രഹത്തോടെ ഒന്നുകൂടെ പ്രാർത്ഥിച്ചേ. വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമേ, ആത്മാവിൻ ശക്തിയാൽ ജ്വലിപ്പിക്കണേ. ഈശോയെ, എൻ്റെ ജീവിതം പലപ്പോഴും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായി മാറാൻ മാത്രമുള്ള ശക്തിയില്ലാതെ പോകുന്നുണ്ട് കർത്താവേ. വിശുദ്ധിയുടെ ഒത്തിരി ഫലങ്ങൾ ഉണ്ടാകേണ്ട എൻ്റെ ജീവിതം അതില്ലാതെ പോകുന്നുണ്ട്. വെറുതെ ബാഹ്യമായ പച്ചപ്പ് മാത്രമേ പലപ്പോഴും എൻ്റെ ജീവിതത്തിലുള്ളൂ. മറ്റുള്ളവർ കാണുമ്പോൾ പ്രതീക്ഷയോടെ എൻ്റെ ജീവിതത്തെ ഉറ്റുനോക്കും ഈശോ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വേണ്ടത്ര ഫലമില്ല. എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും പ്രകടമാക്കുന്നത് തന്നെയാണല്ലോ കർത്താവേ. ഈശോ, എൻ്റെ ആന്തരികത അറിയുന്നവൻ അവിടുന്ന് മാത്രം. എൻ്റെ ജീവിതത്തിലേക്ക് ഒരാന്തരിക ദൈവാനുഭവം ലഭിക്കാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. എൻ്റെ അന്തരേന്ദ്രിയങ്ങൾ തുറക്കപ്പെടാൻ ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ എൻ്റെ ജീവിതം നിറയപ്പെടട്ടെ. ആ ദൈവ സ്നേഹാനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം ആഴപ്പെടട്ടെ. ആ കർത്തൃ സ്നേഹത്താൽ എൻ്റെ ഉള്ളിൽ നിറയപ്പെടട്ടെ. അവിടെ ഞാൻ പരിശുദ്ധ അമ്മയെ പോലെ, വിശുദ്ധാത്മാക്കളെ പോലെ കർത്താവിൽ ആനന്ദിക്കട്ടെ. നിറയെ ഫലങ്ങളുള്ള എൻ്റെ ജീവിതത്തിൽ അനേകം പേർക്ക് വന്ന് ഫലങ്ങൾ പറിച്ചെടുക്കാൻ മാത്രം പര്യാപ്തമാകുന്ന ജീവിതങ്ങളായിട്ട് എൻ്റെ രൂപാന്തരപ്പെടുക. ഈശോ, ഒത്തിരി ദാഹത്തോടെ ഇതാ എൻ്റെ ബലഹീനാവസ്ഥകളെ നിന്നിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ ജീവശക്തി പകർന്നു തന്ന എന്നെ കരുത്തുള്ള വർഷമാക്കി മാറ്റണമേ. സഹനം, രോഗം, പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, അസ്വസ്ഥതകൾ, ദുരന്തങ്ങൾ ഒരിക്കലും എൻ്റെ ജീവിതത്തെ തകർത്ത് കളയാത്ത വിധത്തിൽ മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന പടുവൃക്ഷമായി എൻ്റെ ജീവിതം മാറുവാൻ ഓ യേശുവേ ഇപ്പോൾ ശക്തി പകരണമേ. സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കള്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവര്, ജീവിത നൈരാശ്യത്തിൽ ആണ്ടുപോയവര്, സ്നേഹത്തോടെ കർത്താവിന്റെ നാമത്തെ ഒന്ന് വിളിച്ച് നീ വിശ്വസിക്കാതിരിക്കരുത്, നീ പ്രാർത്ഥിക്കാതിരിക്കരുത്. രക്ഷിക്കാൻ കഴിവുള്ളവൻ ഏക സത്യ ദൈവമായ യേശു മാത്രമാണ്. വിശ്വാസത്തോടെ കരമുയർത്തി അധരം തുറന്ന് ശക്തിയോടെ യേശു നാമത്തെ വിളിച്ച് ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. ആത്മാവിൻ ശക്തിയാൽ ജ്വലിപ്പിക്കണേ, വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമേ